ഹലോ ഗൈസ്, യൂട്യൂബ് എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 4 മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ദിവസമാണ്. അതുപോലെ തന്നെ എന്താ സാറേ മനസ്സിലായോ, ജയിലറിലെ മാസ് പെർഫോമൻസിന് ശേഷം വിനായകനും നമ്മുടെ സുരാജ് ഏട്ടനും ഒന്നിക്കുന്ന തെക്കുവടക്ക് എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ വിനായകന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സുരാജ് ഏട്ടനും ഇതൊരു അടിപൊളി റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 8 സോഷ്യൽ മീഡിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ തെക്കുവടക്ക് നല്ലതാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തെക്ക് വടക്ക് റിവ്യൂയിലേക്ക് പോവാം. ബാ. പടം വിനായകൻ്റെ പെർഫോമൻസ് നല്ലതാണ്. പടം ആക്ച്വലി വിചാരിച്ചത്ര വന്നിട്ടില്ല, ഭയങ്കര ഹൈപ്പായിരുന്നു. മറ്റേ കോമഡിയാണ്, രണ്ടുപേർ നമ്മൾ റിവെഞ്ച് കാണിക്കണം, കണ്ടിരിക്കാം. വിനായകൻ്റെ പെർഫോമൻസ് നല്ലതാണ്. വെഞ്ഞാറമൂടക്കാട് എനിക്ക് ഇഷ്ടപ്പെട്ടു വിനായകൻ്റെ പെർഫോമൻസ് ആണ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി അല്ല. ചില കോമഡികൾ പിന്നെ ചീറ്റി പോകുന്നുണ്ട്, ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് വെറൈറ്റി പിടിച്ചത് നന്നായിട്ട് തോന്നി. രണ്ടുപേരും സുരാജ് ആണെങ്കിലും വിനായകനാണെങ്കിലും. സുരാജ് ഇപ്പം ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ട് മുമ്പും കണ്ടിട്ട് ഇതുപോലെയല്ല, ഈ ഒരു ഗെറ്റപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഓൾഡ് ഏജിന്. വിനായകൻ്റെ ഒരു പുതിയ രീതിയിലുള്ള ഒരു ഗെറ്റപ്പാണ് ഈ സിനിമയുടെ ഒരു വെറൈറ്റി ആയിരിക്കുന്നത്. പിന്നെ